ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷമീർ. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച. അങ്ങനെ മടി പിടിച്ച് റൂമിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്തു പോകാൻ തോന്നിയത്. കുവൈത്തിലെ ഏറ്റവും വലിയ കടൽപ്പാലവും ലോകത്തിലെ 4ാം സ്ഥാനത്തുള്ളതുമായിട്ടുള്ള ഒരു കടൽപ്പാലം, ഷെയ്ഖ് ജാബിർ അഹമ്മദ് കോസ്വേ. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും മെഹമ്മൂദ് ഭായിയും സാദത്തും കൂടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏതാണ്ട് 4:30 ആയിട്ടുണ്ട്. കുവൈത്തിലെ മംഗഫിൽ നിന്നും യാത്ര തിരിച്ച ഞങ്ങൾ ഇപ്പോൾ ഷുവൈഖ് പോർട്ടിന്റെ ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുമാണ് ഈ കടൽപ്പാലം ആരംഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഷുവൈഖ് പോർട്ടിന്റെ ഏതാനും ചില ഭാഗങ്ങളാണ്. കിലോമീറ്ററോളം നീളമുള്ള ഈ ഒരു കടൽപ്പാലം ഇവിടെ നിന്നും സുബിയ സിറ്റിയിലേക്കാണ് പോകുന്നത്. കുവൈത്ത് അമീർ ഷെയ്ഖ് ജാബിർ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബയുടെ സ്വപ്ന പദ്ധതിയായ സിൽക്ക് സിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രമായി മാറുന്ന ഒരു പദ്ധതിയാണ് സിൽക്ക് സിറ്റി പ്രൊജക്ട്. ഈ പാലത്തിലേക്ക് കയറി ഇതിന്റെ വലതുവശത്ത് കാണുന്നതാണ് കുവൈറ്റ് സിറ്റി. കുവൈറ്റ് സിറ്റിയുടെ വിശാലമായിട്ടുള്ള ഏരിയകൾ ഇവിടെ നിന്ന് നോക്കിയാൽ മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഇവിടെ വണ്ടികൾ ഒതുക്കി നിർത്തി കുവൈറ്റ് സിറ്റിയുടെ പശ്ചാത്തലത്തിൽ ഫോട്ടോയും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട്. ഞങ്ങൾ വണ്ടി ഒതുക്കി നിർത്തി കുറേ വീഡിയോയും ഫോട്ടോസും എല്ലാം എടുത്തു. വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ധാരാളം ആളുകൾ ഈ പാലം കാണാനും ഇതിലെ യാത്ര ചെയ്യാനും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ പാലം കടന്നു പോകുന്ന ഭാഗത്തെ ആദ്യത്തെ ദ്വീപിലാണ് എത്തിയിരിക്കുന്നത്. 2 ദ്വീപുകളാണ് ഈ പാലം കടന്നു പോകുന്ന ഭാഗത്തുള്ളത്. 2 ദ്വീപും കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതാണ്. നിരവധി സർക്കാർ സ്ഥാപനങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമാണ് ഈ 2 ദ്വീപുകളിലും ഉണ്ടാവുക. നിലവിൽ ഇവിടുത്തെ ജോലികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും ഈ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? ഇപ്പോൾ ഞങ്ങൾ പാലത്തിന്റെ മധ്യഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ വലിയൊരു ഇരുമ്പ് തൂണിൽ ഇരുമ്പ് സ്ട്രിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഭാഗം കാണാം. ഇവിടെയും ആളുകളുടെ നല്ല തിരക്കുണ്ട്. ഫോട്ടോയും മറ്റും എടുക്കുകയാണ് എല്ലാവരും. വീണ്ടും മുന്നോട്ട് പോയി ഇപ്പോൾ കാണുന്നതാണ് ഈ പാലത്തിന്റെ ഇടയിലുള്ള 2ാമത്തെ ദ്വീപ്. ഇവിടെയും ജോലികളെല്ലാം നടക്കുന്നതേ ഉള്ളൂ. ആകാശത്തെയും കടലിനെയും ചുമന്ന ചായം തേച്ച് കൂടുതൽ സുന്ദരനും സുന്ദരിയുമാക്കി ഭൂമിയോട് യാത്ര പറയാനൊരുങ്ങി കടലിലേക്ക് പാതി ഇറങ്ങി നിൽക്കുന്ന സൂര്യനെ നമുക്ക് കാണാം. ഞങ്ങൾ ഈ പാലത്തിന്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്.
ഇവിടെ നിന്നും യു ടേൺ തിരിച്ച് ഞങ്ങൾ വീണ്ടും ഷുവൈക്ക് ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഇവിടെ നിന്നുമാണ് ജഹ്റ ഭാഗത്തേക്കും സുബിയ ഭാഗത്തേക്കുമുള്ള റോഡുകൾ പോകുന്നത്. മുകളിലെത്തിയപ്പോൾ അവിടെ നിറയെ ആളുകളുണ്ടായിരുന്നു. അവർ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന ആളുകളായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് റോഡിലൂടെ അത് കണ്ടതാണല്ലോ. അങ്ങനെ അവിടെ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം വീണ്ടും എടുത്ത് ഞങ്ങൾ അവരോടൊപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ സമയം ഏതാണ്ട് 7 മണി കഴിഞ്ഞു. കുവൈത്തിലെ ഏറ്റവും നീളമുള്ള കടൽപ്പാലത്തിലൂടെ യാത്ര ചെയ്യാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അങ്ങനെ ഞങ്ങൾ വീണ്ടും പാലത്തിൻ്റെ മധ്യഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ കണ്ട ആ ടവർ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. നിറയെ ലൈറ്റുകളും മറ്റും കൊടുത്തുകൊണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഈ ഒരു ഭാഗം. ഈ ഭാഗത്ത് ഇപ്പോഴും നല്ല തിരക്കാണ്. വണ്ടികൾ ഒതുക്കി നിർത്തി ആളുകൾ ഇവിടെ നിന്ന്